നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റയൽ മാഡ്രിഡ് ജിറോണയ്ക്കെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കുമ്പോൾ ഒരു കിടിലൻ ഗോളാണ് ലൂക്ക മോഡ്രിച്ച് അടിച്ചു കയറ്റിയത്. ലൂക്ക മോഡ്രിച്ച് റയലിൽ അടുത്ത വർഷം തുടരുമോ? ആൾക്ക് 39 വയസ്സായി. അടുത്ത വർഷം തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പൊന്നുമില്ല. റിലീവോ റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം റെഡിയാണ്, ക്ലബിൻ്റെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ പ്രതീക്ഷിക്കുകയാണ് എന്നാണ്. ആഞ്ചലോട്ടി ഇന്നലെ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ലൂക്ക മോഡ്രിച്ച് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനുള്ളൊരു ഗിഫ്റ്റാണ്, ഫുട്ബോളിന് ലഭിച്ച വരദാനമാണ് ലൂക്ക. അദ്ദേഹത്തെപ്പോലൊരു ലെജൻഡ് ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് റയലിൻ്റെ ഭാഗ്യമാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇവിടെ തുടരാം എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. ആഞ്ചലോട്ടിയുടെ വാക്കുകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, മോഡ്രിച്ച് ഈസ് എ ഗിഫ്റ്റ് ഫോർ ഫുട്ബോൾ. ഫുട്ബോളിനുള്ള ഒരു വരദാനമാണ്, ഒരു സമ്മാനമാണ് മോഡ്രിച്ച് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം എത്ര കാലം ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നുവോ അത്ര കാലം അദ്ദേഹത്തിന് തുടരാം. അദ്ദേഹം അത്രയും മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു ലെജൻഡിനെ ലഭിച്ചതിൽ ലക്കിയാണ്. ഇതാണ് ആഞ്ചലോട്ടിയുടെ പ്രസ്താവന. അപ്പോൾ ഇന്നലത്തെ കളി മാത്രം നോക്കിയാൽ മതി. 100-ലധികം 100+ ആക്യുറേറ്റ് പാസസ്, 5+ കീ പാസസ്. ഒരു സിംഗിൾ ലാലിഗ മത്സരത്തിൽ ഈ ഒരു പ്രകടനം ഒരാൾ നടത്തുന്നത് ഏത് പ്രായത്തിൽ? 39 വയസ്സിൽ. സോ 2016-17 സീസണിന് ശേഷം ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ ഒരു പ്രകടനം നടത്തുകയാണ്. സോ ലൂക്ക മോഡ്രിച്ച് അദ്ദേഹത്തിൻ്റെ മാജിക്കാണ് നമ്മൾ കണ്ടത്. ഇന്നലത്തെ കളിയിൽ 126 ടച്ചുകൾ, 1 ഗോൾ, 2 ഷോട്ട് ഉതിർത്തു, 1 ഓൺ ടാർഗറ്റ്, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 6 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, 112 പാസുകളിൽ 103 ആക്യുറേറ്റ് ആയിരുന്നു, 10 ലോങ് ബോളുകളിൽ 7 ആക്യുറേറ്റ് ആയിരുന്നു, 6 ഡ്യുവൽസിൽ 5 അദ്ദേഹം വിൻ ചെയ്തു. സോ ഓൺലി ഗെറ്റ്സ് ബെറ്റർ വിത്ത് ഏജ്. അത് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തെക്കുറിച്ച്. ഈ പ്രായത്തിൽ അദ്ദേഹം കളിക്കുന്നത് ഏതെങ്കിലും ചെറിയ ലീഗുകളിലല്ല, യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഒന്നിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.